യേശുവിൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അമ്മയ്ക്ക് ഒരു പുഷ്പകിരീടം എന്ന പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ചെറിയ ഒരു സമർപ്പണ പ്രാർത്ഥനയോടുകൂടി നമുക്ക് ആരംഭിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവെ, അവിടുത്തെ അധികമായ സ്തുതിക്കും മഹത്വത്തിനും പരിശുദ്ധ ദൈവമാതാവിൻ്റെ അധിക വണക്കത്തിനും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും മേൽ അധിക ദൈവാനുഗ്രഹവും കൃപകളും വർഷിക്കുന്നതിനും വേണ്ടി ഈ ശുശ്രൂഷയെ ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവെ, പരിപാടിയെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവെ, അമ്മയുടെ മധ്യസ്ഥത കൊണ്ട് ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവെ, ഞങ്ങളെ നയിക്കണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, സഭയും പരിശുദ്ധ ദൈവമാതാവുമായിട്ടുള്ള ബന്ധത്തെപ്പറ്റിയൊക്കെയാണ് ഈ ശുശ്രൂഷയിലൂടെ ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ ധ്യാനിക്കുന്നത്. ഞാനിന്ന് അതേ വിഷയത്തെപ്പറ്റി തന്നെയാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. സഭയെപ്പറ്റി പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. സഭയിൽ നമ്മൾ അറിയുന്നതും അറിയാത്തതുമായ പല കുറവുകളും വീഴ്ചകളുമൊക്കെയുണ്ട്. കുറേയൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്, നമ്മളറിയാത്തവയും ഒക്കെ ഉണ്ടായെന്ന് വരും. ഒത്തിരി പേര് സഭയെ വിമർശിക്കുന്നതും ഒക്കെ നമ്മൾ കേൾക്കാറുണ്ട്. ഈ പശ്ചാത്തലത്തിൽ പലപ്പോഴും എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ചോദ്യമുണ്ടായി. കുറേ വർഷങ്ങളായി ഈ ചോദ്യം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ചോദ്യം ഇതാണ്: ഇങ്ങനെ ഒരു സഭ ഉള്ള ഒരു ലോകമാണോ നല്ലത്, കത്തോലിക്ക സഭ എന്ന ഒരു സംവിധാനം ഇല്ലാത്ത ഒരു ലോകമാണോ നല്ലത്? ഇതാണ് ഞാൻ എന്നോട് തന്നെ ചോദിച്ച ചോദ്യം. ഈ ചോദ്യം ഞാൻ നിരവധി ഗ്രൂപ്പുകളിൽ നിരവധി മനുഷ്യരോടും ചോദിച്ച് അവരുടെ ഉത്തരങ്ങളും വാങ്ങിയിട്ടുണ്ട്. ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കാം: കത്തോലിക്ക സഭ ഉള്ള ഒരു ലോകമാണോ നല്ലത്, കത്തോലിക്ക സഭ എന്ന ഒരു സംവിധാനം ഇല്ലാത്ത ഒരു ലോകമാണോ നല്ലത്? എല്ലാവരും എന്നോട് പറഞ്ഞ ഉത്തരം ഒന്ന് തന്നെയാണ്: സഭ ഉള്ള ഒരു ലോകമാണ് എന്തുകൊണ്ടും നല്ലത്. സഭയില്ലാത്ത ഒരു ലോകത്തെപ്പറ്റി ഞങ്ങൾക്ക് ചിന്തിച്ചുകൂടാ. അപ്പം ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറയുന്നത്? അപ്പം ഞാൻ ചില തടസ്സങ്ങളും അവരോട് പറഞ്ഞു. സഭയുള്ളത് കൊണ്ടല്ലേ സഭയെപ്പറ്റിയും സഭയിലെ ചില ആളുകളെപ്പറ്റിയുമൊക്കെ ഈ മോശമായ കാര്യങ്ങൾ, കുറ്റങ്ങൾ, കുറവുകളൊക്കെ ആളുകൾ പറയാൻ ഇടവരുന്നത്. ഞായറാഴ്ച പള്ളിയിൽ പോകണം, പിരിവ് കൊടുക്കണം, വേദപാഠത്തിന് കുട്ടികളെ വിടണം, ഒരു കല്യാണം നടത്തുന്ന നിയമങ്ങൾ, ഒരുപാട് നിയമങ്ങളും നിബന്ധനകളും ഒക്കെ ഉണ്ട്. പള്ളി പണിയണം, അതിന് പണച്ചെലവുണ്ട്, എല്ലാം കൊണ്ടും അങ്ങനെയുള്ള ബാധ്യതകളും പ്രശ്നങ്ങളുമൊക്കെ ഉണ്ട്. എന്നാൽ സഭയില്ലെങ്കിൽ, മാർപ്പാപ്പ ഇല്ലെങ്കിൽ, മെത്രന്മാരില്ലെങ്കിൽ, വൈദികരും സമർപ്പിതരുമില്ലെങ്കിൽ, പള്ളിയും ഞായറാഴ്ച കുർബാനയും ഒന്നുമില്ലെങ്കിൽ പള്ളിയിൽ പോകണ്ട, പള്ളിക്ക് പിരിവ് കൊടുക്കണ്ട, പള്ളി പണിയാൻ കാശ് മുടക്കണ്ട, അച്ഛന്മാരെ പറ്റി സിസ്റ്റേഴ്സിനെ പറ്റി ഒന്നും മോശമായ കാര്യങ്ങൾ കേൾക്കേണ്ട, മരിച്ചടക്കം വേണ്ട, കൂതാശകൾ വേണ്ട, കുമ്പസാരം വേണ്ട. എന്തെല്ലാം സൗകര്യങ്ങളാണ്, എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് ഒഴിവായി കിട്ടുന്നത്. എന്നാൽ പിന്നെ ഇതില്ലാത്തതല്ലേ നല്ലത് എന്ന് ഞാൻ വീണ്ടും ചോദിച്ചപ്പോൾ അവരാരും അത് സമ്മതിക്കുന്നില്ല. ഫുൾട്ടൺ ജെ ഷീൻ എന്ന പേരിൽ പ്രസിദ്ധനായ ഒരു അമേരിക്കക്കാരൻ ബിഷപ്പ് ഉണ്ടായിരുന്നു, ആർച്ച് ബിഷപ്പ്. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം അമേരിക്കൻ റേഡിയോയിലൂടെയും അമേരിക്കൻ ടെലിവിഷനിലൂടെയൊക്കെ ഒരുപാട് ആത്മീയ പ്രഭാഷണങ്ങൾ നൽകുമായിരുന്നു. അത് കേട്ട് ഒത്തിരി പേര് വിശ്വാസത്തിലേക്കും ദൈവസ്നേഹത്തിലുമൊക്കെ വളർന്നിട്ടുണ്ട്. എന്നാൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ ഇഷ്ടമില്ലാതിരുന്ന, ദൈവത്തെ സ്നേഹിക്കാൻ കഴിയാതിരുന്ന കുറേ ആളുകൾ ഒരിക്കൽ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തി കുറേ ചോദ്യങ്ങൾ ചോദിച്ചു. അവർ ചോദിച്ചത് എങ്ങനെയാണ്:
നീ ഒരു മനുഷ്യൻ, ഞങ്ങളും മനുഷ്യരും. അടിസ്ഥാനപരമായിട്ട് നിങ്ങളും ഞങ്ങളും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. അങ്ങനെ ഇരിക്കെ നിങ്ങൾ എന്തുകൊണ്ടാണ് ഞങ്ങളോട് ദൈവത്തെപ്പറ്റി പറയുന്നത്? ഞങ്ങളോട് പാപത്തെപ്പറ്റി പറയാൻ നിങ്ങൾക്കെന്താണ് യോഗ്യത? ഞങ്ങളെ ഉപദേശിക്കാൻ നിങ്ങൾക്കെന്താ യോഗ്യത? ഞങ്ങളുടെ ആത്മീയ കാര്യങ്ങൾ പറയാൻ നിങ്ങൾക്കെന്താ യോഗ്യത? ഇങ്ങനെ നിർത്താതെ കുറേ ചോദ്യങ്ങൾ. ഈ ചോദ്യങ്ങൾക്കെല്ലാം കൂടി ബിഷപ്പ് ഷീൻ പറഞ്ഞ മറുപടി ചുരുക്കി എടുത്താൽ എങ്ങനെയാണ്? അദ്ദേഹം പറഞ്ഞു, അതെ, എല്ലാ കാലത്തും ഈ ലോകത്തിലുള്ള മനുഷ്യരോട് അവർക്ക് ഒരു ദൈവമുണ്ടെന്ന് പറയാൻ ആരെങ്കിലും കുറേ കഴുതകൾ വേണം. അങ്ങനെ ആരെങ്കിലും പറഞ്ഞെങ്കിൽ ഒരു ദൈവമുണ്ടെന്ന് ആളുകൾ അറിയുള്ളൂ. അങ്ങനെ ഒരു ദൈവമുണ്ടെന്ന് അറിഞ്ഞെങ്കിൽ ആ ദൈവത്തെ വിശ്വസിക്കാനോ സ്നേഹിക്കാനോ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു ദൈവമുണ്ടെന്ന് അറിഞ്ഞെങ്കിൽ, മരണാനന്തര ജീവിതമുണ്ടെന്ന് അറിഞ്ഞെങ്കിൽ, ഈ ലോകത്തിൽ പാപമുണ്ടെന്നും പാപത്തിന് ശിക്ഷയുണ്ടെന്നും അനുതപിച്ചാൽ പാപമോചനമുണ്ടെന്നും അറിഞ്ഞെങ്കിലേ ആളുകൾ അതൊക്കെ ഉപയോഗപ്പെടുത്തത്തുള്ളൂ, ആത്മാക്കളെ രക്ഷപ്പെടുത്തുള്ളൂ. അപ്പം ഈ പണിയൊക്കെ ചെയ്യാൻ ആരെങ്കിലും ചില കഴുതകൾ ഈ ലോകത്തിൽ വേണം. ആ കഴുതകളിൽ ഒരു കഴുതയാകാമെന്ന് ഞാൻ വിചാരിച്ചു. ഇതാണ് നിങ്ങളും ഞാനും തമ്മിലുള്ള ഏക വ്യത്യാസം. ബിഷപ്പ് ഷീനിൻ്റെ ഈ മറുപടി കേട്ട് അവർ ദേഷ്യം പിടിച്ച് അദ്ദേഹത്തിൻ്റെ അടുത്തുനിന്ന് പോയി എന്നാണ് പറയുന്നത്. കാരണം എന്താ? കഴുത എന്നാണ് ബിഷപ്പ് സ്വയം വിശേഷിപ്പിച്ചത്. കഴുതയാണ് ലോകത്തിലെ ഏറ്റവും ബുദ്ധിയില്ലാത്ത മൃഗമായിട്ട് പരിഗണിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ദേഷ്യം വരുമ്പോൾ നമ്മൾ ചിലരെ കയറി കഴുത എന്നൊക്കെ വിളിക്കുന്നത്. അപ്പം ബിഷപ്പ് പറഞ്ഞു, ഞാനൊരു കഴുതയാണ്, ദൈവത്തിൻ്റെ കഴുത. കഴുതയോട് വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല, അതുകൊണ്ട് അവർ സ്ഥലപ്പെട്ടു. അപ്പം ബിഷപ്പ് പറഞ്ഞത് ശരിയാണ്. അതായത് ഈ ലോകത്തിലുള്ള മനുഷ്യരോട് എല്ലാ കാലത്തും ഒരു ദൈവമുണ്ടെന്ന് പറയാൻ ആരെങ്കിലും ചിലർ വേണം. അത് പറഞ്ഞില്ലെങ്കിൽ ആരും അത് കേൾക്കത്തില്ല. കേൾക്കത്തില്ല, അത് വിശ്വസിക്കത്തില്ല. വിശ്വസിക്കത്തില്ലെങ്കിൽ അതനുസരിച്ച് ജീവിക്കത്തില്ല. പാപമുണ്ടെന്നും പാപമോചനമുണ്ടെന്നും അറിഞ്ഞെങ്കിലേ പാപം ചെയ്യാതിരിക്കാൻ ശ്രമിക്കൂ, പാപത്തെപ്പറ്റി അനുദപിക്കൂ, പാപമോചനം നേടാൻ ശ്രമിക്കൂ. അങ്ങനെയൊക്കെ ചെയ്തെങ്കിലേ ആത്മരക്ഷ നേടും. അപ്പം അങ്ങനെ ഒരു സംവിധാനം ഈ ലോകത്ത് വേണം. ആ സംവിധാനമാണ് ബിഷപ്പ് പറഞ്ഞത്. ഈ കത്തോലിക്ക സഭ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഒരു സംവിധാനം ലോകത്തുള്ളത്. ഈ പശ്ചാത്തലത്തിൽ റോമാക്കാർക്കുള്ള ലേഖനം 10-ാം അധ്യായം 14 മുതലുള്ള പൗലോസിൻ്റെ ഏതാനും വചനങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. എന്നാൽ തങ്ങൾ വിശ്വസിച്ചിട്ടില്ലാത്ത ഒരുവനെ അവർ എങ്ങനെ വിളിച്ച് അപേക്ഷിക്കും? ഒരിക്കലും കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗകൻ ഇല്ലാതെ എങ്ങനെ കേൾക്കും? അയക്കപ്പെടുന്നില്ലെങ്കിൽ എങ്ങനെ പ്രസംഗിക്കും? വളരെ ലോജിക്കലായിട്ട്, യുക്തിഭദ്രമായിട്ട് പൗലോസ് ചോദിക്കുകയാണ്, അയക്കാതെ എങ്ങനെ പോകും? പോകാതെ എങ്ങനെ പറയും? പറയാതെ എങ്ങനെ കേൾക്കും? കേൾക്കാതെ എങ്ങനെ വിശ്വസിക്കും? വിശ്വസിക്കാതെ എങ്ങനെ മാനസാന്തരപ്പെടും? മാനസാന്തരപ്പെടാതെ എങ്ങനെ ആത്മരക്ഷ നേടും? അപ്പം അങ്ങനെ പോകാനും പറയാനും വേണ്ടി ദൈവം ഒരു സംവിധാനമുണ്ടാക്കി. ആ സംവിധാനമാണ് കത്തോലിക്ക സഭയും അതിൻ്റെ ആത്മീയ ശുശ്രൂഷ സംവിധാനങ്ങളും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഏറ്റവും ആദ്യം യേശു ക്രിസ്തുവിനെ പരിചയപ്പെടുത്തി തന്ന ആരാ? ഏതെങ്കിലും പള്ളിയിലച്ഛനല്ല, ഏതെങ്കിലും കോൺവെൻറ്റിലെ സിസ്റ്ററുമല്ല. പ്രത്യുത നമ്മുടെ അമ്മയാണ്, അല്ലെങ്കിൽ വീട്ടിലുള്ള മറ്റാരെങ്കിലുമാണ്. എനിക്ക് തോന്നുന്നത് യേശുക്രിസ്തുവിനെ ഏറ്റവും ആദ്യം നമുക്ക് പരിചയപ്പെടുത്തത് നമ്മുടെ അമ്മ തന്നെയാണ്. സഭ എന്ന് പറയുന്നത് അതുകൊണ്ട് ഈ സ്വർഗത്തിലേക്ക് ആത്മാക്കളെ നയിക്കുവാൻ വേണ്ടി, ആത്മരക്ഷ നേടുവാൻ വേണ്ടി ദൈവം ഒരുക്കിയ ഒരു സംവിധാനങ്ങളുടെ ആകത്തുകയാണ്. അതിനകത്ത് മാർപ്പാപ്പായും കർദിനാളന്മാരും മെത്രാന്മാരും വൈദികരും സിസ്റ്റർമാരും
അൽമായ വിശ്വാസികളും എല്ലാം കൂടി കൂടിച്ചേരും. ഇവരെല്ലാം കൂടിച്ചേർന്ന വലിയ ഒരു സംവിധാനത്തിൻ്റെ ഒരു കൂട്ടായ്മയുടെ പേരാണ് സഭ എന്ന് പറയുന്നത്. ഈ സഭ ഉള്ളതുകൊണ്ടും ഈ സഭയിൽ ഇങ്ങനെ ശുശ്രൂഷ ചെയ്യുന്ന കഴുതകൾ ഉള്ളതുകൊണ്ടും അവരുടെ ശുശ്രൂഷകൾ ലഭിക്കുന്നത് കൊണ്ടുമാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് സത്യത്തിൽ ആത്മരക്ഷ നേടാൻ സാധിക്കുന്നത്. സഭയില്ലെങ്കിൽ നമുക്ക് മാമോദിസ ഇല്ല, സഭയില്ലെങ്കിൽ നമുക്ക് കൂദാശയില്ല, സഭയില്ലെങ്കിൽ രോഗിലേപനം ഒരുപക്ഷെ ഇല്ല, സഭയില്ലെങ്കിൽ മരിച്ച ശേഷമുള്ള ഒരു പ്രാർത്ഥന പോലും നമുക്ക് കിട്ടത്തില്ല. അപ്പം നമ്മുടെ ആത്മീയ യാത്രയിൽ നമ്മളെ സ്വർഗത്തിലെത്തിക്കാനുള്ള പരിശ്രമമാണ് സഭ നടത്തുന്ന ഏറ്റവും വലിയ ശുശ്രൂഷ. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നത്, എന്നോട് പറഞ്ഞ എല്ലാവരും സമ്മതിച്ചത് ഇതാണ്: കുറ്റങ്ങളുണ്ട്, കുറവുകളുണ്ട്, പോരായ്മകളുണ്ട്, അതൊക്കെ തിരുത്തേണ്ടതാണ്. എങ്കിൽ കൂടി ഇങ്ങനെ ഒരു സംവിധാനം ഉള്ള ഒരു ലോകമാണ് എന്തുകൊണ്ടും നല്ലത്. അതാണ് ആവശ്യം. ഒരുപക്ഷെ കേരളത്തിലൊക്കെ നമുക്കുള്ള ഒരു അനുഭവം വെച്ച് നോക്കിയാൽ, കേരളത്തിൽ ഇഷ്ടംപോലെ വൈദികർ, ഇഷ്ടംപോലെ സിസ്റ്റർമാർ, ഇഷ്ടംപോലെ പള്ളികൾ, ഇഷ്ടംപോലെ ധ്യാന കേന്ദ്രങ്ങൾ, ഇഷ്ടംപോലെ ആത്മീയ ശുശ്രൂഷകർ, ഏത് പ്രോഗ്രാം എപ്പം വേണേൽ കിട്ടാൻ നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. അതുകൊണ്ട് നമുക്കൊരു പക്ഷേ നമുക്ക് ഇങ്ങനെയൊക്കെ വളരെ സുലഭമായിട്ട് ബുദ്ധിമുട്ടില്ലാതെ കിട്ടുന്നത് കൊണ്ട് അതിൻ്റെ വില ഒരുപക്ഷെ നമ്മൾ വേണ്ടത്ര മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. എന്നാൽ ഇതില്ലാത്ത സ്ഥലങ്ങളിൽ, ഇത് ആളുകൾ കുറവുള്ള സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴാണ് നമ്മളതിൻ്റെ വില മനസ്സിലാക്കുക. ഞങ്ങളുടെ ചില അച്ഛന്മാർ ബ്രസീലിൽ ജോലി ചെയ്യുന്നുണ്ട്. അപ്പം ഞാനവിടെ ആ അച്ഛനെ ഒരു ഔദ്യോഗികമായി സന്ദർശിക്കാൻ ഒരിക്കൽ പോയുണ്ടായി. 100-ലധികം പള്ളികളൊക്കെ ഒരു അച്ഛനെ നോക്കാനുള്ളത്. കൊല്ലത്തിൽ ഒരു തവണ അല്ലെ 2 തവണയാണ് ഒരച്ഛൻ ഒരു പള്ളിയിലെത്തുക. അന്നാണ് അച്ഛൻ്റെ ഒരു കുർബാന കിട്ടുക. മറ്റ് മാമോദിസ മുക്കുന്നതില്ല, കുംഭസാരമില്ല, കുദാശകളില്ല, കല്യാണം നടത്താൻ ആളില്ല, മരിച്ചടങ്ങ് നടത്താൻ അച്ഛനില്ല, ഒന്നുമില്ല, സിസ്റ്റർമാരുമില്ല. അൽമായരെ കുറേ എന്തെങ്കിലുമൊക്കെ ചെയ്യും, പറ്റുന്ന പോലെയൊക്കെ ചെയ്യും. അതിനിടയ്ക്ക് മറ്റ് ആശയങ്ങളൊക്കെ കയറി പ്രചരിപ്പിച്ച് ഒത്തിരി പേരെ വിശ്വാസത്തിൻ്റെ പുറകോട്ട് കൊണ്ടുപോയി മറ്റ് വിശ്വാസങ്ങൾ കൊണ്ടെത്തിച്ചു. ഇങ്ങനെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് പല പല രാജ്യങ്ങളിൽ പോയപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ സഭയുടെ സജീവമല്ലാത്ത ഒരവസ്ഥ, വൈദികരില്ലാത്ത ഒരവസ്ഥ, സിസ്റ്റർമാരില്ലാത്ത ഒരവസ്ഥ, അൽമായ ശുശ്രൂഷകരില്ലാത്ത ഒരവസ്ഥ, ശുശ്രൂഷ കേന്ദ്രങ്ങളില്ലാത്ത ഒരവസ്ഥ. അങ്ങനെയുള്ള ഒരവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് നമുക്ക് ഇതുള്ളതിൻ്റെ വില മനസ്സിലാക്കുക. ഞാൻ അമേരിക്കയിൽ കണ്ടിട്ടുണ്ട്, ഒരു മലയാളി അച്ഛൻ, കുറേ പ്രായമുള്ള അച്ഛനാണ്. അച്ഛന് 250 കിലോമീറ്ററോളം ഒരു സൈഡിലേക്ക് തന്നെ കാർ ഓടിച്ചു പോയി പള്ളി തുറന്ന് അൾത്താര ഒരുക്കി കുർബാന ചൊല്ലി വീണ്ടും എല്ലാം തിരിച്ചു വെച്ച് 250 കിലോമീറ്റർ വീണ്ടും വൈകിട്ട് തിരിച്ചു വരികയാണ്. ആ കുർബാനയിൽ പങ്കെടുക്കാൻ ഒത്തിരി മലയാളികളെത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനൊരിക്കലും അച്ഛൻ്റെ ഒപ്പം അവിടെ പോയി കുർബാന ചൊല്ലിയതാണ്. അപ്പോൾ ഉള്ളത് സമൃദ്ധി ഉള്ളപ്പോൾ നമുക്ക് ചിലപ്പോൾ വില മനസ്സിലാവില്ല, ഇല്ലാത്തപ്പോഴാണ് ചിലപ്പോൾ അതിൻ്റെ വില മനസ്സിലാക്കുക. കേരളം ഈ വിധത്തിൽ ചിന്തിച്ചാൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു നാട്. ഇഷ്ടംപോലെ വൈദികർ, ഇഷ്ടംപോലെ സമർപ്പിതർ, ഇഷ്ടംപോലെ ആത്മീയ ശുശ്രൂഷ കേന്ദ്രങ്ങൾ. പ്രിയപ്പെട്ടവരെ, നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. നമ്മൾ ദൈവത്തിൻ്റെ പ്രത്യേക അനുഗ്രഹം കിട്ടിയ ഒരു സമൂഹമാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് ലഭിച്ച ഇതിനെ ഓർത്ത് നമ്മൾ അഭിമാനിക്കുകയും സന്തോഷിക്കുകയും വേണം. ഞാനിത് പറയുമ്പോൾ ചിലർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളിലുണ്ടാകാം. പല സഭയെപ്പറ്റി കേൾക്കുന്ന പല കുറവുകളും പല കുറ്റങ്ങളുമൊക്കെ അവരുടെ മനസ്സിൽ വരും. ഞാൻ അവരോട് പൂർണ്ണമായിട്ട് യോജിക്കുക. സഭ ഇങ്ങനെ പോയാൽ മതിയോ എന്ന് ചോദിച്ചാൽ ഞാനും പറയും ഇങ്ങനെ പോയാൽ പോരാ. നിങ്ങളോടൊപ്പം കൈ പൊക്കാൻ ഞാനുമുണ്ട്. സഭ ഇങ്ങനെ പോയാൽ പോരാ, സഭയുടെ മുഖം ഇങ്ങനെ ഇരുന്നാൽ പോരാ, സഭയിൽ മാറ്റം വരണം. പക്ഷേ സഭയെന്ന് പറയുമ്പോൾ ആരാന്നുള്ള കാര്യത്തിലാണ് വ്യത്യാസം. പ്രിയപ്പെട്ടവരെ, സഭ നന്നാകണമെന്ന് നമ്മൾ ആവർത്തിച്ച് പറയുമ്പോൾ ഈ സഭ മറ്റെവിടെയോ ഇരിക്കുന്ന എന്തോ ഒന്നാണ് നമ്മൾ വിചാരിച്ചു പോകാം. ഞാൻ അടങ്ങുന്ന ഈ ഗ്രൂപ്പിൻ്റെ, ഞാൻ അംഗമായിരിക്കുന്ന ഈ ഗ്രൂപ്പിൻ്റെ പേരാണ് സഭയെന്ന് നമ്മൾ എന്ന് ചിന്തിച്ചു തുടങ്ങുന്നുവോ അന്ന് തുടങ്ങിയാണ് വ്യത്യാസം വരിക. അതുകൊണ്ട് സംവിധാനങ്ങളിൽ മാറ്റമുണ്ടാകണം. കുറ്റം പറഞ്ഞതുകൊണ്ട് മാറ്റമുണ്ടാവില്ല, നമ്മൾ പള്ളിയിൽ പോകാതിരുന്നുകൊണ്ട് മാറ്റമുണ്ടാവില്ല,
നമ്മൾ കുമ്പസാരിക്കാതിരുന്നുകൊണ്ട് മാറ്റമുണ്ടാവില്ല. നമ്മൾ കുടുംബ പ്രാർത്ഥന ഉപേക്ഷിച്ചുകൊണ്ട് മാറ്റമുണ്ടാവില്ല. നമ്മളെല്ലാ ആത്മീയ ശുശ്രൂഷകളിൽ നിന്നും ഒരു വെറുപ്പിൻ്റെ പേരിൽ വിട്ടുനിന്നത് കൊണ്ട് സഭയിൽ ഒരു പുരോഗതിയും ഉണ്ടാവില്ല. പകരം നമ്മൾ സഭയിൽ സജീവമായി പ്രവർത്തിച്ച് സജീവമായി പങ്കെടുത്ത് നമ്മുടെ ഈ ആത്മീയ ജീവിതത്തെ സഭയിൽ ലഭ്യമായ സംവിധാനങ്ങളോട് പരിപോഷിപ്പിച്ച് നമ്മുടെ ആത്മരക്ഷ ഉറപ്പാക്കി മറ്റുള്ളവരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി നമ്മൾ പരിശ്രമിക്കുമ്പോഴാണ് സഭ സജീവമാകുന്നത്, സഭയുടെ മുഖം നന്നാകുന്നത്, സഭ കൂടുതൽ ഉണർവിലേക്ക് വരുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും സഭയിലുള്ള കുറവുകളെപ്പറ്റി നമുക്കെല്ലാം ഉത്കണ്ഠയുണ്ട്, എല്ലാവർക്കും ഉത്കണ്ഠയുണ്ട്. ഞാൻ അടുത്ത കാലത്ത് ഒരു പ്രസംഗം കേൾക്കുകയുണ്ടായി. ഒരു മനുഷ്യൻ പ്രസംഗിക്കുക, ഇത്ര വർഷം കഴിയുമ്പോൾ ഞങ്ങൾ ഇന്ത്യ ഭരിക്കുന്നു. അങ്ങനെ അനേക വർഷങ്ങൾക്ക് ശേഷമുള്ള കാര്യത്തെപ്പറ്റി സ്വപ്നം കാണുന്ന ആളുകളുള്ളപ്പോഴാണ് നമ്മുടെ സഭയിൽ ഒരിക്കലും തീരാത്ത എന്നാൽ 5 മിനിറ്റ് കൊണ്ട് തീർക്കാവുന്ന ചില പ്രശ്നങ്ങൾക്ക് വേണ്ടി നമ്മൾ കൊല്ലങ്ങളെ വഴക്കടിച്ച് കളയുന്നത്, നമ്മുടെ സഭയുടെ മുഖം വികൃതമാകുന്നത്, ഒത്തിരി പേര് വിശ്വാസം പോലും വിട്ടുപോകുന്നത് സങ്കടകരമാണ്. ഇതൊക്കെ മാറണം, തീർച്ചയായിട്ടും മാറണം. ഇതിന് നമ്മൾ സഭയുടെ അംഗമാകാതിരുന്നത് കൊണ്ടോ, നമ്മൾ സഭയിൽ നിന്ന് വിട്ടുനിന്നത് കൊണ്ടോ, നമ്മൾ പ്രാർത്ഥിക്കാതിരുന്നത് കൊണ്ടോ, നമ്മൾ കൂദാശ സ്വീകരിക്കാതിരുന്നത് കൊണ്ടോ ഒന്നും മാറ്റം വരില്ല. പകരം നമ്മളുടെ സജീവമായ പങ്കാളിത്തം, അതിലൂടെയാണ് നമ്മളിതിനെ വളർത്തിയെടുക്കേണ്ടത്. അതോടൊപ്പം നമ്മൾ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, സഭയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഈ പശ്ചാത്തലത്തിലാണ് ഞാൻ പരിശുദ്ധ ദൈവമാതാവിനെ ഓർക്കുക. മാതാവ് സ്വർഗാരോഹണം ചെയ്ത സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട ശേഷം അനേക സ്ഥലത്ത് അനേക തവണ അനേകർക്ക് പ്രത്യക്ഷപ്പെട്ട് കൊടുത്ത സന്ദേശങ്ങളൊക്കെ നമ്മളെടുത്ത് വിശകലനം ചെയ്താൽ നമുക്ക് ബോധ്യപ്പെടുന്ന ഏതാനും കാര്യങ്ങളുണ്ട്. മാതാവ് ആവർത്തിച്ച് പറയുന്ന 2-3 കാര്യങ്ങളാണ്. ഒന്ന്, മക്കളെ, ലോകത്തിൽ പാപം പെരുകുന്നു. 2, അതുകൊണ്ട് ലോകത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ കോപം വർദ്ധിച്ചു വരുന്നു. 3, ദൈവം ലോകത്തെ ശിക്ഷിക്കാൻ ഒരുങ്ങുന്നു. 4, അതുകൊണ്ട് ദൈവത്തിൻ്റെ കോപം ശമിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥനയും പരിത്യാഗവും നടത്തുക, ജപമാല ചൊല്ലുക, ഉപവസിക്കുക, പരിത്യാഗങ്ങൾ ചെയ്യുക, പ്രാർത്ഥിക്കുക. ഇതാണ് മാതാവ് പറയുന്നത്. അപ്പം മാതാവ് സഭയെപ്പറ്റി അത്രയാ ചിന്തയുള്ള മാതാവാണ്. മാതാവ് സ്വർഗസൗഭാഗ്യം അനുഭവിച്ച് സ്വർഗത്തിലിരുന്നാൽ മതി. പക്ഷേ സ്വർഗത്തിലായിരിക്കുമ്പോഴും ഭൂമിയിലുള്ള നമ്മളെപ്പറ്റി, സഭയെപ്പറ്റി, ആത്മരക്ഷയെപ്പറ്റി ഇത്രമാത്രം ചിന്തയുള്ള ഒരു വ്യക്തിയായിട്ട് മാതാവ് മാറിയിരിക്കുക. മാതാവ് സ്വർഗത്തിലായിരിക്കുക. അതുകൊണ്ടാണ് അനേകർക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് മാതാവ് നിരന്തരം സംസാരിക്കുന്നത്. സഭയുടെ ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കണം, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, സഭയുടെ അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, മറ്റെല്ലാ മേഖലയിലും സഭയുടെ മുഖം നന്നാകാൻ വേണ്ടി, ആത്മീയ ഉണർവിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കണം, തപസ് ചെയ്യണം, പ്രായശ്ചിത്തം ചെയ്യണം, ഉപവസിക്കണം, കൊന്ത ചെല്ലണം എന്ന് മാതാവ് നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പം അതുകൊണ്ട് മാതാവിന് നമ്മളെപ്പറ്റി, സഭയെപ്പറ്റി വലിയ ചിന്തയുണ്ട്, ഉത്കണ്ഠയുണ്ട്, വേദനയുണ്ട്, സ്വപ്നമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കാം. നമുക്ക് സഭ എന്ന് പറയുന്നത് ഞാനും കൂടി ഉൾപ്പെട്ട ഒരു വലിയ പ്രസ്ഥാനമാണ്, ഒരു വലിയ സമൂഹമാണ്, ഒരു വലിയ കൂട്ടായ്മയാണ് എന്ന് നമുക്ക് കുറേ കൂടി ചിന്തിച്ചു തുടങ്ങാം. ഞാനും കൂടി ഉൾപ്പെട്ട ഒരു പ്രസ്ഥാനം. അതുകൊണ്ട് നമ്മൾ മാറി നിന്നിട്ട് കാര്യമില്ല. പങ്കാളിത്തത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ, നമ്മുടെ വിശുദ്ധ ജീവിതത്തിലൂടെയാണ് നമ്മൾ സഭയുടെ മുഖം മിനുക്കിയെടുക്കേണ്ടത്. അപ്പോൾ ഒരു പക്ഷേ ഈ സഭയ്ക്കുള്ള ഈ പരിക്കുകളെപ്പറ്റി നമ്മുടെ അധികാരികളും തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ആ തിരിച്ചറിഞ്ഞതിൻ്റെ ഭാഗമായിട്ടായിരിക്കണം ഈ സഭയെ കർത്താവിന് ഒരിക്കൽ കൂടി സമർപ്പിക്കാൻ, മാതാവ് വഴി സമർപ്പിക്കാനൊക്കെ സഭ നമ്മളോട് ആഹ്വാനം ചെയ്തത്. കൂടുതൽ പ്രാർത്ഥിക്കാൻ, കൂടുതൽ ജപമാല ചൊല്ലാൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മളെ ഉത്ബോധിപ്പിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ഈ സഭയെ പറ്റിയുള്ള ഈ വേദന നമ്മളുടെ മാത്രം വേദനയല്ല, എല്ലാവരുടെയും വേദനയാണ്, എല്ലാവരുടെയും വേദനയാണ്. നമ്മൾ ചിലപ്പോൾ TV ചാനലിലൊക്കെയുള്ള ചില ചർച്ചകൾ കാണുമ്പോൾ കാണാം, ആ ചർച്ച നയിക്കുന്നവരും ആ ചർച്ചയിൽ പങ്കെടുക്കുന്നവർ പോലും ചിലപ്പോൾ സഭയെ കുറ്റം പറയുമ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ സഭ ഇങ്ങനെ പോയാൽ പോരാ, ഇതിങ്ങനെയല്ല പോകേണ്ടത്,
ഇത് വേറൊരു വിധത്തിൽ ജീവിച്ച് കാണാൻ, പ്രവർത്തിച്ച് കാണാൻ ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് എന്നൊരു സ്വപ്നം അവർ പോലും പങ്കുവെക്കുന്നുണ്ട്. അല്ലാതെ കാടടച്ച് വെടിവെക്കുക അല്ല ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് കുറവുകളുണ്ട്. ഇതെല്ലാവർക്കും അതിനെപ്പറ്റി അറിയാം. പക്ഷെ എവിടെ തിരുത്തും? ആര് തിരുത്തും? എങ്ങനെ തിരുത്തും? ഒരുപക്ഷെ നമ്മൾ സഭയിൽ സജീവമായി ജീവിച്ചുകൊണ്ട്, നന്നായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട്, ദൈവസന്നിധിയിൽ മുട്ടുമടക്കിക്കൊണ്ട്, ജപമാല ചൊല്ലിക്കൊണ്ട്, കൈപിരിച്ചുകൊണ്ട് എന്ന് പ്രാർത്ഥിച്ചു തുടങ്ങുന്നുവോ അന്നായിരിക്കും സഭയിൽ മാറ്റമുണ്ടാവുക. അന്നായിരിക്കും സഭയിൽ മാറ്റമുണ്ടാവുക. അന്നായിരിക്കും സഭയിൽ മാനസാന്തരങ്ങളുണ്ടാവുക. അന്നായിരിക്കും കുറവുകളിൽ നിന്ന് സഭ കൂടുതൽ കൂടുതൽ പുറത്തു വരിക എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ആവർത്തിക്കുകയാണ്. ഞാൻ ഈ കാര്യം ഇപ്പം തന്നെ പലതവണ പറഞ്ഞു, എങ്കിലും ഒന്ന് കൂടി ആവർത്തിക്കുക. നമ്മൾ സഭയിൽ നിന്ന് അകന്നു നിന്നുകൊണ്ട്, സഭയിൽ നിന്ന് വിട്ടു നിന്നുകൊണ്ട്, പ്രാർത്ഥിക്കാതിരുന്നുകൊണ്ട്, കുദാശകൾ സ്വീകരിക്കാതിരുന്നുകൊണ്ട്, കുമ്പസാരിക്കാതിരുന്നുകൊണ്ട്, സഭയെ കുറ്റം പറഞ്ഞുകൊണ്ട് ഈ സഭ എന്ന പ്രസ്ഥാനം ഒരിക്കലും നമ്മൾ ഉദ്ദേശിച്ച തലത്തിലേക്ക് വരത്തില്ല. അത് കൂടുതൽ കൂടുതൽ മോശമാകത്തുള്ളൂ. പകരം നമ്മളിതിലെ പങ്കാളിയാണ്, ഇതിൻ്റെ ഭാഗമാണ് എന്ന് കണ്ടുകൊണ്ട്, അതിനോട് ചേർന്ന് നിന്ന്, അതിൻ്റെ സഭയിലൂടെ കിട്ടുന്ന അനുഗ്രഹങ്ങൾ പ്രാപിച്ചുകൊണ്ട്, കൂദാശകൾ സ്വീകരിച്ചുകൊണ്ട്, നമ്മുടെ തന്നെ ആത്മരക്ഷ ഉറപ്പാക്കിക്കൊണ്ട്, ലോകത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നമ്മൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന സമയം മുതൽ, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന സമയം മുതൽ, ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന സമയം മുതൽ സഭയിൽ പരിവർത്തനങ്ങളുണ്ടാകും എന്ന് വിശ്വസിക്കാം. നമുക്ക് ഓരോരുത്തർക്കും നമ്മളെ പറ്റുന്നത് ചെയ്യാം. ഈ സഭയുടെ ഉണർവിന് വേണ്ടി, ഈ സഭയുടെ നവീകരണത്തിന് വേണ്ടി, ഈ സഭ ഒരു മുഖച്ചെളിവില്ലാത്ത ഒരവസ്ഥയിൽ ലോകത്തിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ടി നമുക്ക് നമ്മളെ പറ്റുന്നത് ചെയ്യാം. ബിഷപ്പ് ഷീൻ പറഞ്ഞത് ഒരിക്കൽ കൂടി ഓർക്കാം. ആരെങ്കിലും കുറച്ച് കഴുതകൾ വേണം ഈ സുവിശേഷം പ്രസംഗിക്കാൻ, ഈ മാമോദിസ തുടങ്ങിയുള്ള കൂദാശകൾ പരികർമ്മം ചെയ്യാൻ, ഈ ദിവ്യബലി അർപ്പിക്കാൻ, ഈ ആത്മീയ ശുശ്രൂഷകൾ നടത്താൻ ആരെങ്കിലും കുറേ കഴുതകൾ വേണം. മെത്രാന്മാരായിട്ട്, വൈദികരായിട്ട്, സിസ്റ്റർമാരായിട്ട്, നല്ല ആത്മായ പ്രേക്ഷിതരായിട്ട് കുറേ കഴുതകൾ വേണം. ദൈവാനുഗ്രഹത്താൽ കേരളത്തിൽ ഇന്ന് അത്തരം കുറേ കഴുതകളുണ്ട്. ആ കഴുതകളുടെ മുഖം ഒരുപക്ഷെ കുറേ കൂടി മിനുങ്ങേണ്ടതുണ്ട്, കുറേ കൂടി മനോഹരമാകേണ്ടതുണ്ട്. ആ കഴുതകൾ ഒരുപക്ഷെ കുറേ കൂടി ദൈവകൃപ നിറഞ്ഞവരാകേണ്ടതുണ്ട്. അതും ഞാൻ സമ്മതിക്കുന്നു. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെപ്പറ്റി, സഭയെപ്പറ്റിയുള്ള വലിയ ഉത്കണ്ഠയുള്ള, കൺസേണുള്ള പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രത്യേക മധ്യസ്ഥത നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. തുടർന്ന് നമ്മൾ വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ ആരാധന സമയം തന്നെ നമുക്ക് വേണ്ടിയും സഭയ്ക്ക് വേണ്ടിയും കൂടുതൽ പ്രാർത്ഥിക്കുവാനായിട്ട് ഉപയോഗിക്കാം. അതിനുവേണ്ടി എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ മാതാവ് നമുക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കട്ടെ. ആമേൻ. വണങ്ങുന്നു ഞാൻ പ്രിയനേ, തേജസ്സേഴും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. തേജസ്സേഴും നിൻമുഖമെൻ
കൈകൾ എൻ കണ്ണീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. നിൻ കൈകൾ എൻ കണ്ണീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേഴും നിൻ മുഖമെൻ ഹൃദയത്തിനാനന്ദമേ. ആരാധന 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 യേശുനാഥ. കർത്താവായ ഈശോയെ, അവിടുത്തെ മഹനീയമായ സാന്നിധ്യം വിശ്വസിച്ച് ഞങ്ങൾ ഏറ്റുപറയുന്നു. ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു. അങ്ങാണ് എൻ്റെ ദൈവം, അങ്ങല്ലാതെ എനിക്ക് മറ്റൊരു ദൈവമില്ല. അങ്ങയെപ്പോലെ ശക്തനും സ്നേഹിക്കുന്നവനും പ്രാർത്ഥന കേൾക്കുന്നവനുമായ ഒരു ദൈവം എനിക്കുള്ളതിൽ ഞാൻ അഭിമാനിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നു. കർത്താവേ, അവിടെ നിന്ന് എനിക്ക് ചെയ്ത ആത്മീകവും ഭൗതികവുമായ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. കർത്താവേ, അല്പം മുമ്പ് ഞങ്ങൾ പാടുകയായിരുന്നപ്പോൾ രണ്ട് കാര്യങ്ങൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നു. ഒന്ന്, കർത്താവേ, നിന്നെ പാടി സ്തുതിക്കുന്നവരുടെ ഹൃദയത്തിൽ നീ ഒരു ആനന്ദം നിറയ്ക്കുന്നു. രണ്ട്, കരയുന്നവരുടെ കണ്ണുനീര് നീ തുടയ്ക്കുന്നു. കർത്താവേ, ഒന്ന് കരയുവാൻ മാത്രം ദുഃഖവും കണ്ണുനീരും സ്റ്റോക്കുള്ളവരാണ് ഞങ്ങളെല്ലാവരും. ഒരുപക്ഷെ മണിക്കൂറുകൾ കരയുവാൻ മാത്രമുള്ള സങ്കടങ്ങളും കണ്ണുനീരും ഉള്ളിൽ ഒതുക്കി വെച്ചിട്ടുള്ളവരാണ് ഞങ്ങൾ. ഇവിടെ കർത്താവേ, ഈ ആരാധനയുടെ സമയത്ത് അങ്ങയുടെ കരങ്ങൾ ഞങ്ങളുടെ ഹൃദയം വരെയും കണ്ണുകൾ വരെയും നീണ്ടു വരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരുടെ ഹൃദയത്തിലേക്ക് ആനന്ദം നിറയ്ക്കുവാൻ മാത്രം, സ്വസ്ഥതയും സമാധാനം നിറയ്ക്കാൻ മാത്രം നിൻ്റെ കരങ്ങൾ നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സങ്കടപ്പെട്ടിരിക്കുന്നവരുടെ മനസ്സുകളെ ഒന്ന് ആശ്വസിപ്പിക്കുവാനും അവർ കരയുകയാണെങ്കിൽ കരയുന്ന ആ കണ്ണുനീർത്തുള്ളികളെ ഒന്ന് തുടയ്ക്കുവാൻ മാത്രവും കർത്താവിൻ്റെ കരങ്ങൾ ഓരോരുത്തരുടെയും കണ്ണുകൾ വരെ നീ ഇപ്പോൾ നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണെന്ന്, ഹൃദയത്തിന് ആശ്വാസം നൽകുന്ന ദൈവമാണെന്ന്, നീ കണ്ണുനീര് തുടയ്ക്കുന്ന ദൈവമാണെന്ന് കർത്താവെ അനുഭവത്തിലൂടെ, അതെ കർത്താവെ അനുഭവത്തിലൂടെ ഇപ്പോൾ ഓരോരുത്തരെയും നീ ബോധ്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആ കരുണയ്ക്ക്, ആ സ്നേഹത്തിന്, കണ്ണുനീര് തുടയ്ക്കുന്ന ആ കരങ്ങൾക്ക്, ഹൃദയത്തിൽ ആനന്ദം നിറയ്ക്കുന്ന ആ കരങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ മഹത്വം, ഈശോ ആരാധന. നമുക്ക് നമ്മുടേതായ വാക്കുകളിൽ, നമ്മുടേതായ ശബ്ദത്തിൽ ഈശോയെ ആരാധിച്ചുകൊണ്ട് നന്ദി പറയാം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ മഹത്വം, ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ണുനീര് തുടയ്ക്കുന്ന ദൈവമേ, ഞങ്ങളങ്ങ് ആരാധിക്കുന്നു. ഹൃദയത്തിന് ആനന്ദം പകരുന്ന കർത്താവെ ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു. കർത്താവെ, അനേക മനുഷ്യർ ദുഃഖിതരും പീഡിതരുമാണ്, സങ്കടങ്ങളുള്ളവരാണ്, മനസ്സ് മരവിച്ചവരാണ്, ഒന്ന് കരയുവാൻ പോലും പറ്റാത്തവരാണ്, കരയാൻ ആഗ്രഹിച്ചിട്ടും
കണ്ണുനീര് പോലും വരാത്തവരാണ്, ഹൃദയം മന്ദീഭവിച്ചവരാണ്. ഓ കർത്താവേ, അവരുടെ ഹൃദയങ്ങളെ നീ ആർദ്രമാക്കണമേ, അവരുടെ മനസ്സുകളെ നീ മയപ്പെടുത്തണമേ, അവരുടെ കണ്ണുകളെ നീ സൗഖ്യത്തിൻ്റെ കണ്ണുനീരാൽ നനയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ മഹത്വം, ഈശോയെ ആരാധന. കർത്താവേ നന്ദി, കർത്താവേ നന്ദി, ദൈവമേ സ്തോത്രം. കർത്താവേ ഓ ഈശോയെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ണീർ തുടയ്ക്കാൻ ഈശോയെ, മാറോടു ചേർക്കാൻ നീ ഈശോയെ. മാത്രമുള്ളൂ പിതാവേ. അതെ കർത്താവേ, നീ മാത്രമാണ് കണ്ണുനീര് തുടയ്ക്കാൻ ആശ്വാസം പകരാനുള്ളത്. കർത്താവേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ണീർ തുടയ്ക്കാൻ മാറോടു ചേർക്കാൻ നീ മാത്രമുള്ളൂ പിതാവേ. ഈശോയെ, ഈശോയെ, ഈശോയെ. ആബാ പിതാവേ, ആബാ പിതാവേ, ആബാ പിതാവേ, പിതാവേ, ആബാ പിതാവേ, ആബാ പിതാവേ, ആബാ പിതാവേ, പിതാവേ. പ്രിയപ്പെട്ടവരെ, കുറേ വർഷം മുമ്പ് ഞാനൊരു വിദേശ രാജ്യത്ത് ചെന്നപ്പോൾ, ഞാൻ താമസിക്കേണ്ടിയിരുന്ന വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ഷാലോം നൈറ്റ് ബീച്ചിൽ നടക്കുന്ന സമയമാണ്. ആ കുടുംബനാഥ നൈറ്റ് ബീച്ചിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അവർ വാതിൽക്ക് വന്ന് എന്നോട് പറഞ്ഞു, നൈറ്റ് ബീച്ചിലാണ്, അത് കഴിഞ്ഞിട്ടേ ഞാൻ വരത്തുള്ളൂ. അപ്പം ഞാനും ആ നൈറ്റ് വിജിലിൻ്റെ TV സെറ്റിൻ്റെ മുമ്പിൽ പോയി ഇരുന്നു. അപ്പം ഞാൻ കണ്ട കാഴ്ച ഇതാണ്. ഷലോമിൻ്റെ ഫ്ലോറിൽ നിന്ന് ആരാധന നയിക്കുന്നയാൾ എഴുന്നേൽക്കാൻ പറയുമ്പോൾ ആ വ്യക്തി എഴുന്നേൽക്കുന്നു, മുട്ടുകുത്താൻ പറയുമ്പോൾ മുട്ടുകുത്തുന്നു, ഈശോയെ തൊട്ട് പ്രാർത്ഥിക്കാമെന്ന് പറയുമ്പോൾ TV സ്ക്രീനിൽ ഈശോയുടെ ആ രൂപം കാണുന്നിടത്ത്, തിരുപോസ്റ്റ് കാണുന്നിടത്ത് കരങ്ങൾ തൊട്ടുകൊണ്ട് മറ്റേ കൈ ചങ്കത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. എത്രയായിരം മൈലുകൾ അകലെ ഇരുന്നു കൊണ്ട് ആ ആള് കൺമുമ്പിൽ ഈശോയെ കണ്ടുകൊണ്ട്, ഈശോയെ വിശ്വസിച്ചുകൊണ്ട്, ഈശോയെ തൊട്ടുകൊണ്ട് പ്രാർത്ഥിക്കുകയും സൗഖ്യം സ്വീകരിക്കുകയും അഭിഷേകം സ്വീകരിക്കുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ച ഞാൻ കണ്ടു. പ്രിയപ്പെട്ടവരെ, അതുപോലെ ഒരു പ്രാർത്ഥനയിൽ നമുക്കിപ്പോൾ പങ്കെടുക്കാം. ഈശോ ഈ തിരുവോസ്തിയിലൂടെ, ഈ സ്ക്രീനിലൂടെ നമ്മളെല്ലാവരുടെയും അടുത്തേക്ക്, നമ്മുടെ മുമ്പിലേക്ക്, നമ്മുടെ വീട്ടിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. നമുക്ക് കൈ നീട്ടി തൊടാവുന്ന ദൂരത്തിൽ അവിടെ നിന്നുണ്ട്, കണ്ണുകൾ കൊണ്ട് കാണാവുന്ന ദൂരത്തിൽ അവിടെയുണ്ട്, വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൂരത്തിൽ അവിടെ നിന്നുണ്ട്. കാതുകൾ തുറന്നുകൊണ്ട്, കരങ്ങൾ നീട്ടിപ്പിടിച്ചുകൊണ്ട് അവിടുന്ന് നിങ്ങളുടെ വീട്ടിലും നിങ്ങളുടെ മുമ്പിലും ആയിരിക്കുന്നു. ആ കർത്താവിൻ്റെ നേരെ നമുക്കൊന്ന് കൈകൾ നീട്ടാം, അല്ലെ ആ തിരുവോസ്തിയിൽ നമുക്കൊന്ന് തൊടാൻ ശ്രമിക്കാം. ഈശോയുടെ മുഖത്തേക്ക് നമുക്കൊന്ന് നോക്കാം. എന്നിട്ട് പറയാം, കർത്താവേ, എൻ്റെ വീട്ടിലേക്ക് അവിടുന്ന് കടന്നു വന്നു. ഞാൻ അങ്ങേ വിശ്വാസത്തോടെ, സ്നേഹത്തോടെ, ആദരവോടെ സ്വീകരിക്കുന്നു. അവിടത്തേക്ക് ഞാൻ ഈ വേദി ഒരുക്കിയിരിക്കുന്നു. അവിടുത്തെ സന്നിധിയിൽ മുട്ടുകുത്തിക്കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. സാഷ്ടാംഗം വീണ്ടുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങയെ കണ്ടുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങയെ തൊട്ടുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവേ, ഞാൻ അങ്ങയെ തൊടുന്ന ഈ സമയത്ത് അവിടുന്ന് എന്നെയും ഒന്ന് തൊടണമേ. എൻ്റെ കണ്ണുനീരൊന്ന് ഒപ്പിത്തരണമേ. എൻ്റെ കണ്ണുനീരുടെ കാരണങ്ങളെ ഒന്ന് മാറ്റിക്കളയണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അനേകരെ ആശീർവദിച്ച ആ കരം, അനുഗ്രഹിച്ച കരം
എൻ്റെ ഭവനത്തിന് മേൽ അവിടെ നിന്ന് ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഭവനത്തെ കൂടി ഇപ്പോൾ ഒന്ന് ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ കുടുംബത്തിന് മേലുള്ള എല്ലാ കെട്ടുകളും കർത്താവേ നിന്റെ നാമത്തിന്റെ ശക്തിയിൽ, നിന്റെ സാന്നിധ്യത്താൽ, നിന്റെ അഭിഷേകത്താൽ നീങ്ങിപ്പോകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ തിന്മയുടെ ശക്തികളും, എല്ലാ രോഗപീഠകളും, എല്ലാ അസ്വസ്ഥതകളും, എല്ലാ സങ്കടങ്ങളും, മറ്റെല്ലാ തകർച്ചകളും ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഈശോയെ നിന്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, എൻ്റെ കുടുംബത്തിന് വേണ്ടി ഒരുപക്ഷെ മറ്റാരും ഇപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ടാവില്ല, മറ്റാരും ഇപ്പോൾ നിന്റെ മുമ്പിൽ ഉണ്ടാവില്ല. എന്നാൽ കർത്താവേ, എൻ്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ തന്നെ നിന്റെ മുമ്പിലുണ്ട്. ഞാൻ തന്നെ നിന്നോട് പ്രാർത്ഥിക്കുകയാണ്. എനിക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി, എൻ്റെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി. ഓ കർത്താവേ, എൻ്റെ പ്രാർത്ഥന നീ കേൾക്കണമേ. ഞാൻ തൊട്ട് പ്രാർത്ഥിക്കുന്നത് നീ കാണണമേ. നിന്റെ കരം എൻ്റെ ഭവനത്തിന് മേൽ ഉയർത്തി എൻ്റെ ഭവനത്തെ ഒന്ന് ആശീർവദിക്കണമേ. എൻ്റെ കുടുംബാംഗങ്ങളുടെ തലയിൽ നിന്റെ ആ കരമൊന്ന് വെക്കണമേ. അനേകരോട് നീ പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് സൗഖ്യമുണ്ടാകട്ടെ. കർത്താവേ, നീ ആരെയൊക്കെ തൊട്ടുവോ, ആരുടെ നേരെ കരം നീട്ടിയോ, ആരോടൊക്കെ പറഞ്ഞുവോ, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് സൗഖ്യമുണ്ടാകട്ടെ. കർത്താവേ, അവരെല്ലാം സൗഖ്യം പ്രാപിച്ചു. ആ ബോധ്യത്തോടുകൂടെ ഞാൻ പറയുന്നത്, കർത്താവേ, നിന്റെ കരം എൻ്റെ ഭവനത്തിന് മേൽ ഉയർത്തണമേ. ആ കരം എൻ്റെ കുടുംബാംഗങ്ങളുടെ തലയിൽ വയ്ക്കണമേ. ആ കരം എൻ്റെ തലയിൽ വയ്ക്കണമേ. എൻ്റെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും സുഖപ്പെടുത്തുവാനായിട്ട് ആ വാക്കൊന്ന് പറയണമേ. എനിക്ക് മനസ്സുണ്ട്, നിനക്ക് സൗഖ്യമുണ്ടാകട്ടെ. എനിക്ക് മനസ്സുണ്ട്, നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ. എനിക്ക് മനസ്സുണ്ട്, നിന്റെ കുടുംബത്തിലെ എല്ലാ തകർച്ചകളും, എല്ലാ ബന്ധനങ്ങളും, എല്ലാ പ്രതിസന്ധികളും നിന്റെ കുടുംബത്തെ വിട്ടുപോകട്ടെ എന്ന് കർത്താവെ ഒന്ന് പറയണമേ. ഈ നിയോഗങ്ങളെല്ലാം വെച്ചുകൊണ്ട് കർത്താവിനെ തൊട്ടുകൊണ്ട് നമുക്കൊന്നുകൂടി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശു ആരാധന. കർത്താവ് നിന്റെ കരം ഈ ജനത്തിന്റെ മേലെ നീട്ടണമേ. അവരുടെ ഭവനങ്ങളുടെ മേൽ നീട്ടണമേ. അവരെ തൊട്ട് നീ അനുഗ്രഹിക്കണമേ, തൊട്ട് നീ സൗഖ്യപ്പെടുത്തണമേ. ബന്ധനങ്ങൾ അഴിച്ചു കളയണമേ, രോഗങ്ങൾ സുഖപ്പെടുത്തണമേ, മനസ്സാന്തരം നൽകണമേ, പൈശാചിക പീഠങ്ങളിൽ നിന്ന് മോചിപ്പിക്കണമേ, തിന്മയുടെ സ്വാധീനങ്ങൾ വിജയിപ്പിക്കണമേ, ദുശീലങ്ങളിൽ നിന്നും തടകദോഷങ്ങളിൽ നിന്നല്ല നിന്റെ ജനത്തെ നീ വിമോചിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ മഹത്വം, ഈശോ ആരാധന. കർത്താവേ സ്തോത്രം. എൻ ഭവനത്തിൽ വരണേ, നാഥാവരേണമേ എൻ ഭവനത്തിൽ വരണേ. നമ്മുടെ ഭവനത്തെയും കുടുംബാംഗങ്ങളെയും എല്ലാം സമർപ്പിച്ചുകൊണ്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ. നാഥാവരേണമേ എൻ ഭവനത്തിൽ വരണേ, നാഥാവരേണമേ എൻ ഭവനത്തിൽ വരണേ, നാഥാവരേണമേ എൻ ഭവനത്തിൽ വരണേ, നാഥാവരേണമേ എൻ ഭവനത്തിൽ വരണേ. കർത്താവേ, എന്നെയും എൻ്റെ കുടുംബാംഗങ്ങളെയും എൻ്റെ ഭവനത്തെയും എല്ലാം പറഞ്ഞ് ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും രക്ഷിക്കുകയും ചെന്നതോർത്ത് ഞാൻ നന്ദി പറയുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. കർത്താവേ, ഈ സമയത്ത് സഭയെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, അവിടുന്ന് സഭയെ സ്ഥാപിച്ചതോർത്ത് നന്ദി പറയുന്നു. ഈ നൂറ്റാണ്ടുകൾ സഭയെ അവിടുന്ന് നിലനിർത്തുകയും ലോകം മുഴുവനും വ്യാപിപ്പിക്കുകയും ചെയ്തതോർത്ത് നന്ദി പറയുന്നു. കർത്താവെ, അന്ന് മുതൽ ഇന്ന് വരെയും അനേക ആത്മീയ ശുശ്രൂഷകരെ അവിടുന്ന് സഭയിലൂടെ പ്രദാനം ചെയ്തതോർത്ത് നന്ദി പറയുന്നു. എല്ലാ മാർപ്പാപ്പമാരെയും ഓർത്ത്, കർദിനാളന്മാരെയും ഓർത്ത്, മെത്രാന്മാരെയും ഓർത്ത്, വൈദികരെ ഓർത്ത്, സമർപ്പിതരെ ഓർത്ത്, എല്ലാ ആത്മായ പ്രേക്ഷിതരെയും ഓർത്ത്, എല്ലാ വിശ്വാസികളെയും ഓർത്ത് കർത്താവെ നന്ദി പറയുന്നു. എല്ലാ കാലത്തും എല്ലാ ദേശത്തും ആളുകൾക്ക് ആത്മീയ ശുശ്രൂഷകൾ ലഭ്യമാക്കാൻ വേണ്ടി അവിടുന്ന് പിതാക്കന്മാരെയും വൈദികരെയും സമർപ്പിതരെയും ധാരാളമായ ആത്മായ ശുശ്രൂഷകരെയെല്ലാം പ്രദാനം ചെയ്തതോർത്ത്
കർത്താവെ ഞങ്ങൾ നന്ദി പറയുന്നു. സഭയെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, അല്പം മുമ്പ് ഞങ്ങൾ ചിന്തിക്കുകയായിരുന്നു, സഭയുള്ള ഒരു ലോകമാണോ നല്ലത്, സഭയില്ലാത്ത ഒരു ലോകമാണോ നല്ലത് എന്ന്. കർത്താവെ, അനേകരോട് ഈ ചോദ്യം ചോദിച്ചപ്പോൾ അവരെല്ലാവരും പറഞ്ഞത് സഭയുള്ള ഒരു ലോകമാണ് നല്ലത്, സഭയില്ലാത്ത ഒരു ലോകത്തെപ്പറ്റി ചിന്തിക്കാൻ കൂടി വയ്യ. കർത്താവെ, അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ഒരു കത്തോലിക്ക സഭ ഉള്ളതിൻ്റെ, അതിൽ ആത്മീയ ശുശ്രൂഷകളുള്ളതിൻ്റെയൊക്കെ മഹത്വവും വിലയുമൊക്കെ ഞങ്ങൾ തിരിച്ചറിയുന്നത്. കർത്താവെ, ഞങ്ങൾക്ക് സമൃദ്ധമായി ഈ ശുശ്രൂഷകൾ ലഭിക്കാൻ വേണ്ട ആവശ്യത്തിന് ആത്മീയ ശുശ്രൂഷകളുമെല്ലാം അവിടുന്ന് തന്ന് ഈ കാലങ്ങളിലെല്ലാം ഞങ്ങളെ നയിച്ചതോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ ധ്യാന കേന്ദ്രങ്ങളെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഇടവക ദേവാലയങ്ങളെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ പിതാക്കന്മാരെ ഓർത്ത് നന്ദി പറയുന്നു. വൈദികരെ ഓർത്ത് നന്ദി പറയുന്നു. ധാരാളമായ സമർപ്പിതരെ ഓർത്ത് നന്ദി പറയുന്നു. ധാരാളമായ ആത്മീയ ശുശ്രൂഷകരെ ഓർത്ത് കർത്താവെ നന്ദി പറയുന്നു. കർത്താവെ, എനിക്ക് ഏറ്റവും ആദ്യം അങ്ങേ പരിചയപ്പെടുത്തിയ എൻ്റെ സ്വന്തം അമ്മയെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ കുടുംബാംഗങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. മാതാപിതാക്കളെ ഓർത്ത് നന്ദി പറയുന്നു. എനിക്ക് അങ്ങയെ പരിചയപ്പെടുത്തി തന്ന, അങ്ങയെപ്പറ്റി പറഞ്ഞു തന്ന എൻ്റെ സൺഡേ സ്കൂള് അധ്യാപകരെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. കാലാകാലങ്ങളിൽ ഞാൻ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ എനിക്ക് ആത്മീയ ശുശ്രൂഷകൾ ചെയ്ത എല്ലാ വൈദികരെയും സമർപ്പിതരെയും ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. എനിക്ക് മാമോദിസ നൽകിയ, എനിക്ക് പാപമോചനം നൽകിയ എല്ലാ വൈദികരെയും ഓർത്ത് നന്ദി പറയുന്നു. ഉപസാരം എന്ന കുദാശയെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവെ, അങ്ങനെ അനേക ആത്മീയ ശുശ്രൂഷകൾ വഴിയും സഭയിലൂടെ എനിക്ക് നൽകിയ എല്ലാ ആത്മീക കൃപകൾക്കും, എല്ലാ പാപമോചനത്തിനും, എല്ലാ സൗഖ്യത്തിനും കർത്താവെ, ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയുകയാണ്. കർത്താവെ, സഭയിൽ കുറവുകളുള്ളപ്പോഴും, കുറവുള്ള അധികാരികളും കുറവുള്ള ശുശ്രൂഷകളും ഉള്ളപ്പോഴും കർത്താവെ, അവരിലൂടെയൊക്കെ തന്നെ ഞങ്ങൾക്ക് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്, സൗഖ്യം കിട്ടിയിട്ടുണ്ട്, കൃപ കിട്ടിയിട്ടുണ്ട്. അതിനെല്ലാം ഓർത്ത് നന്ദി പറയാം. സഭയെ ഓർത്ത്, സഭാ ശുശ്രൂഷകരെ ഓർത്ത്, പ്രത്യേകിച്ച് കാലാകാലങ്ങളിൽ നമുക്ക് ചെറുതോ വലുതോ ആയ ആത്മീയ ശുശ്രൂഷകൾ ചെയ്ത എല്ലാവരെയും ഓർത്ത് കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്കൊരു ഗാനം ആലപിക്കാം. കർത്താവിന് ഈ ഗാനത്തിലൂടെ ഈ ശുശ്രൂഷകളെയും ശുശ്രൂഷകരെയും ഓർത്ത് നമുക്ക് നന്ദി പറയാം. അവർ നമ്മളുടെ ആത്മീയ ജീവിതത്തിൽ നമ്മളെ ഒത്തിരി കൈപിടിച്ച് നടത്തിയിട്ടുണ്ട്, അനുഗ്രഹിച്ചിട്ടുണ്ട്, വളർത്തിയിട്ടുണ്ടെന്ന് നമുക്ക് സ്നേഹത്തോടെ ഓർക്കാം. അവരിൽ പലരും മരിച്ചു പോയിരിക്കുന്നു, ചിലർ രോഗികളായിരിക്കുന്നു, ചിലർ ഇപ്പോഴും ശുശ്രൂഷയിലുണ്ട്. അവരെവിടെയുമാകട്ടെ, അവരുടെ അവസ്ഥിതമാകട്ടെ, ദൈവമേ നിനക്കതറിയാം. അവർക്ക് ആവശ്യമായ എല്ലാ കൃപകളും നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നന്ദിയോടുകൂടി ഈ ഗാനം ആലപിക്കാം. നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നിത്യവും നിത്യവും നന്ദി ദൈവമേ. നന്ദി ദൈവമേ, യേശുവേ, നന്ദി ദൈവമേ, കർത്താവേ, നന്ദി ദൈവമേ. നിത്യവും നിത്യവും നന്ദി ദൈവമേ. ഓ കർത്താവേ, അങ്ങു തന്ന ദാനത്തിനായി നന്ദിയേകിടാം, യേശുവേ, അങ്ങു തന്ന സ്നേഹത്തിനായി നന്ദിയേകിടാം. യേശുവേ, അങ്ങ് തന്ന ദാനത്തിനായി നന്ദിയേകിടാം, അങ്ങ് തന്ന സ്നേഹത്തിനായി നന്ദിയേകിടാം. യേശുവേ, നന്മരൂപനേ, നല്ല ദൈവമേ, നന്മരൂപനേ, നല്ല ദൈവമേ, നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നിത്യവും നിത്യവും നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നിത്യവും നിത്യവും നന്ദി ദൈവമേ. കർത്താവേ, അനേകരുടെ മുറിവ് ഉണക്കുന്നതിന് വേണ്ടി, സൗഖ്യം നൽകുന്നതിന് വേണ്ടി ആണ് അവിടുന്ന് സഭയും ആത്മീയ ശുശ്രൂഷകരുമെല്ലാം രൂപപ്പെടുത്തിയത്.
എന്നാൽ കർത്താവെ, ചിലപ്പോഴെങ്കിലും ഞങ്ങളുടെ ആത്മീയ ശുശ്രൂഷകൾ വഴി ഞങ്ങളുടെ വിശ്വാസികൾക്ക് മുറിവേറ്റിട്ടുണ്ട്. അവരുടെ വാക്കുകളും പ്രവൃത്തികളും വഴി മുറിവേറ്റ വിശ്വാസികളുണ്ട്. സഭയിൽ നിന്ന് അകന്നു ജീവിക്കുന്നവരുണ്ട്. ഉദാശകൾ വേണ്ടെന്ന് വെച്ചവരുണ്ട്. പള്ളിയിൽ പോകാത്തവരുണ്ട്. കുർബാന സ്വീകരിക്കാത്തവരുണ്ട്. അങ്ങനെ ആത്മീയ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് വിട്ടു നിൽക്കുന്നവരൊക്കെ ഉണ്ട്. അവിടെയും ഇവിടെയൊക്കെ ചുരുക്കമായിട്ടെങ്കിലും കർത്താവെ, അതൊന്നും സംഭവിക്കാൻ പാടില്ലായിരുന്നു. ആത്മീയ ശുശ്രൂഷകർ, മുറിവുണക്കേണ്ടവർ ആർക്കും മുറിവുണ്ടാക്കാൻ പാടില്ലായിരുന്നു. എങ്കിലും കർത്താവെ, അത് സംഭവിച്ചു. ഇന്നും ചിലപ്പോഴൊക്കെ അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവെ, അവിടുത്തെ മുമ്പിൽ നിന്നുകൊണ്ട് ഒരു ആത്മീയ ശുശ്രൂഷകൻ എന്ന നിലയ്ക്ക് മുറിവേറ്റ സകലരോടും അവർക്ക് വേണ്ടി ആര് മുറിപ്പെടുത്തിയോ അവർക്ക് വേണ്ടി ഈ സമയത്ത് ഞാൻ മാപ്പ് ചോദിക്കുകയാണ്. കർത്താവെ, ഏതെങ്കിലും ആത്മീയ ശുശ്രൂഷകർ ഞങ്ങളുടെ വിശ്വാസികൾ ആരെയെങ്കിലും മുറിപ്പെടുത്തിയ ആ മുറിവ് ഇപ്പോഴും അവരുടെ മനസ്സിലൊരു വേദനയായി കിടപ്പുണ്ടെങ്കിൽ, അത് സഭയോടോ സഭാ ശുശ്രൂഷകരോടോ ഉള്ള ഒരു ദേഷ്യമായി കിടപ്പുണ്ടെങ്കിൽ, കർത്താവെ, ആ മുറിപ്പെടുത്തിയ വ്യക്തികൾക്ക് വേണ്ടി അങ്ങയുടെ സന്നിധിയിൽ നിന്നുകൊണ്ട് ഞാനിപ്പോൾ അവരോട് മാപ്പ് ചോദിക്കുകയാണ്. കർത്താവെ, ആ മുറിവ് അവിടെ നിന്ന് ഉണക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സൗഖ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്ഷമിക്കുവാനുള്ള കൃപ അവർക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ മനസ്സിൽ നിന്ന് ആ വേദന ഇവിടെ നിന്ന് എടുത്തു മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഉള്ളിലുള്ള ആ ദേഷ്യം, ആ വെറുപ്പ്, ആ പക, ആ പ്രതികാര ചിന്ത, സഭയോടുള്ള ആ അലർജി കർത്താവെ അവിടെ നിന്ന് എടുത്തു മാറ്റി അവരെ സൗഖ്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അതോടൊപ്പം മുറിപ്പെടുത്തിയ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർക്കും ഒരു സൗഖ്യം ആവശ്യമുണ്ട്. അവർക്കും ഒരു അഭിഷേകം ആവശ്യമുണ്ട്. അവർക്കും ഒരു അധിക കൃപ ആവശ്യമുണ്ട്. ഇനി ആരെയും മുറിപ്പെടുത്താതിരിക്കാനുള്ള ഒരു അഭിഷേകം അവർക്ക് വേണം. കർത്താവെ, അതുകൊണ്ട് മുറിവേറ്റവർക്ക് വേണ്ടിയും മുറിപ്പെടുത്തവർക്ക് വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്നു. മുറിവേറ്റവരോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു. മുറിപ്പെടുത്തവർക്ക് വേണ്ടി കർത്താവെ, അങ്ങയുടെ സന്നിധിയിൽ ഞാൻ മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കരുണ കാണിക്കണമേ. രണ്ടു കൂട്ടരോട് കരുണ കാണിക്കണമേ. രണ്ടു കൂട്ടരെയും സഭയോട് കൂടുതലായിട്ട് ഒന്നിപ്പിക്കണമേ, അനുരഞ്ജിക്കണമേ, ഐക്യത്തിലേക്ക് കൊണ്ടുവരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, വെറുപ്പിൻ്റെ, വിദ്വേഷത്തിൻ്റെ, നിസ്സംഗതയുടെ എല്ലാ കെട്ടുകളും പൊട്ടിപ്പോകട്ടെ. ആരുടെയെങ്കിലുമൊക്കെ മനസ്സിൽ സഭയോട് ഏതെങ്കിലും സഭാ ശുശ്രൂഷകരോടുള്ള സങ്കടങ്ങളോ പരാതികളോ പരിഭവങ്ങളോ ദേഷ്യമോ മറ്റെന്തെങ്കിലും നെഗറ്റീവായതുണ്ടെങ്കിൽ ഈശോയെ അതെല്ലാം ഇപ്പോൾ എടുത്തു മാറ്റി വലിയ സൗഖ്യത്തിൻ്റെ അനുഭവം, സ്നേഹത്തിൻ്റെ അനുഭവം, ക്ഷമയുടെ അനുഭവം, കരുണയുടെ അനുഭവം അവർക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, അവരോട് കരുണ കാണിക്കണമേ എന്ന് നമുക്ക് കർത്താവിനോട് കരുണ കാണിക്കണമേ എന്ന് പാടിക്കൊണ്ട് പ്രാർത്ഥിക്കാം. യേശുവേ, കർത്താവെ, കരുണയായിരിക്കണമേ. സൗഖ്യം നൽകണമേ ഈശോയെ, നാഥാ, കരുണ തോന്നണമേ. ഓ കർത്താവെ, കരുണയും സൗഖ്യവും സൗഖ്യം നൽകണമേ. നാഥാ, കരുണ തോന്നണമേ. അല്പസമയം സഭയ്ക്ക് വേണ്ടി, സഭാ ശുശ്രൂഷകർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് അവർക്കെല്ലാം പുതിയൊരു അഭിഷേകം, പുതിയ കൃപകൾ നൽകാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, പരിശുദ്ധ പിതാവിനെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആയുസ്സും ആരോഗ്യം നൽകണമേ. പൂർണ്ണമായും പരിശുദ്ധാത്മാവിനാൽ മാർപ്പാപ്പയെ നയിക്കണമേ. തെറ്റുപറ്റാത്ത വിധത്തിൽ സഭയെ നയിക്കുവാനും സഭയെ പ്രചോദിപ്പിക്കുവാനുമുള്ള ഉന്നതമായ അഭിഷേകം മാർപ്പാപ്പായ്ക്ക് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. എല്ലാ കർദിനാളന്മാരെയും സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരെയും നിര ആത്മാവിനാൽ ഉന്നതമായ അഭിഷേകം നൽകി തെറ്റുപറ്റാത്ത വിധം നയിക്കണമേ. ആത്മീയ ഉണർവ് കൊണ്ട് അവരെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകമെല്ലായിടത്തും വ്യാപിച്ചു കിടക്കുന്ന അനേകം മെത്രാന്മാർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ശക്തമായ അഭിഷേകം നൽകണമേ. ദൈവികമായ ജ്ഞാനം നൽകണമേ. കാലഘട്ടത്തിൻ്റെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി സഭയെ നയിക്കാൻ വേണ്ട, സഭയെ സൗഖ്യപ്പെടുത്താൻ വേണ്ട എല്ലാ കൃപകളും അവർക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
അവരുടെ കുറവുകളും തെറ്റുകളും ഒക്കെ മനസ്സിലാക്കി തിരുത്തുവാനുള്ള വലിയ അഭിഷേകം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് എല്ലാ വൈദികർക്കും എല്ലാ സമർപ്പിതർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരുടെ വിശ്വാസവും അവരുടെ സമർപ്പണവും അവരുടെ വിശുദ്ധിയും അവരുടെ സേവനങ്ങളും എല്ലാം പ്രധാനപ്പെട്ടതാണ്. കർത്താവെ, അവരുടെ ബലഹീനതകളെ മാറ്റണമേ, പുതിയ കൃപകളാൽ അവരെ നിറയ്ക്കണമേ, പുതിയ അഭിഷേകത്താൽ നിറയ്ക്കണമേ. ശുശ്രൂഷയിൽ ദൈവകൃപ നിറഞ്ഞതാകുവാൻ അവർക്ക് പുതിയ അഭിഷേകം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരുടെ ഭരണകർത്താക്കളല്ല, അവരുടെ ആത്മീയ ശുശ്രൂഷകരാണ്. അവരുടെ ഭരണകാര്യങ്ങൾ ചെയ്യുമ്പോഴും അവരുടെ പ്രധാന ദൗത്യം ആത്മീയ ശുശ്രൂഷയാണ്. ആലയത്തിലുള്ളതിനെ നിലനിർത്തുക, പുറത്തുപോയതിനെ കൊണ്ടുവരിക, ഈ വലിയ ദൗത്യമാണ്. കർത്താവെ, അത് അങ്ങയുടെ ഹിതമനുസരിക്കാൻ വേണ്ട എല്ലാ അഭിഷേകവും എല്ലാ കൃപകളും പരിശുദ്ധാത്മാവിൻ്റെ ഉന്നതമായ വരദാന ഫലങ്ങളും നൽകി എല്ലാ പുരോഹിതരെയും എല്ലാ സമർപ്പിതരെയും എല്ലാ ആത്മായ ശുശ്രൂഷകരെയും അവിടുന്ന് ഇപ്പം നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, എല്ലാ ക്രൈസ്തവ കുടുംബങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെ വിശ്വാസത്തിൽ നിലനിർത്തണമേ, ദൈവസ്നേഹത്തിൽ നിലനിർത്തണമേ, വിശ്വാസത്തിലും ദൈവസ്നേഹത്തിലും വളർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വാസം നഷ്ടപ്പെട്ടു പോയ കുടുംബങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശ്വാസം ക്ഷയിച്ചു പോയ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ തിരിച്ചു വരവിന് വേണ്ടിയൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാ കുടുംബങ്ങളെയും എല്ലാ വ്യക്തികളെയും സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ ആത്മീയ ശുശ്രൂഷ കേന്ദ്രങ്ങളെയും ധ്യാന കേന്ദ്രങ്ങളെയും സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പുതിയ അഭിഷേകത്താലും പുതിയ കൃപയാലും നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഈ ആരാധന അവസാനിപ്പിക്കാനുള്ള സമയമായിരിക്കുന്നു. സഭയ്ക്ക് വേണ്ടി നമ്മുടെ മനസ്സ് വരുന്ന നിയോഗങ്ങളെ സമർപ്പിക്കാം, നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങളെ സമർപ്പിക്കാം, ലോകത്തെ മുഴുവനും സമർപ്പിക്കാം. സർവ്വലോകത്തിന് മേൽ കർത്താവിൻ്റെ കരുണ വർഷിക്കപ്പെടാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ഈ അരളിക്കാവ് ഉയർത്തി ആശീർവദിക്കുമ്പോൾ ലോകം മുഴുവൻ ആശീർവദിക്കപ്പെടണം, സകല ജനങ്ങളും ആശീർവദിക്കപ്പെടണം, സഭ ആശീർവദിക്കപ്പെടണം, നമ്മുടെ കുടുംബങ്ങൾ ആശീർവദിക്കപ്പെടണം, നമ്മുടെ സ്ഥാപനങ്ങൾ ആശീർവദിക്കപ്പെടണം, നമ്മുടെ വ്യക്തികൾ കുടുംബങ്ങളെല്ലാം ആശീർവദിക്കപ്പെടണം. അതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങാം. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ.
സുതനീശോയേ, എല്ലാം മറന്നു ഞങ്ങൾ ആരാധിക്കുന്നു. അമ്മേ മാതാവേ, നിൻ സുതനീശോയേ, എല്ലാം മറന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.